ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കോപ്പിറൈറ്റ് വന്നാൽ നമ്മൾ അപ്പം തന്നെ റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ അതാണെന്ന് ചെയ്യാൻ പോണ വീഡിയോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് യൂട്യൂബ് ചാനലിൽ കോപ്പിറൈറ്റ് വരണ്ടോ നോക്കുക. എൻ്റെ അക്കൗണ്ടിൽ തന്നെ കുറേ എണ്ണം വന്നിക്കണം. ഇപ്പോൾ ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് കോപ്പിറൈറ്റ് വന്നിട്ടോന്ന്. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഒന്ന് കോപ്പിറൈറ്റ് ഒക്കെ ഏകദേശം കാണിച്ചു തരാം. പക്ഷെ ഇത് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നമ്മളിടുന്ന പാട്ട് ചിലപ്പോൾ സോങ്ങൊക്കെ വേറെ അതിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടാവും നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കയറ്റിയിട്ടിരുന്നത്. പക്ഷേ അത് നമ്മൾ ഈ ഫോണിലിടുമ്പോൾ യൂട്യൂബർക്ക് നമ്മൾ കോപ്പിറൈറ്റ് തരും. കാരണം അത് വേറൊരു ഇതിലുള്ളതാണ് നമ്മൾ എടുക്കുന്നത് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഈ തമിഴിലേക്ക് കൊടുക്കുമ്പോൾ വേറെ ഇതുപോലെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ വെക്കാൻ പാടില്ല. നമ്മൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്തിട്ട് ഇടേണ്ടതാണ് യൂട്യൂബിൽ. വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ സ്ട്രൈക്കും വന്നിട്ടുണ്ടാവും അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബർ ഇടാൻ പറ്റാത്ത വീഡിയോസ് പോലത്തെ നമ്മൾ വീഡിയോസ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈക്ക് കിട്ടും. എനിക്ക് അങ്ങനത്തെ 2 കിട്ടിയിരിക്കുന്നു. ഞാനത് റിമൂവ് ചെയ്ത് കളയണത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഫോൺ എടുത്തേക്കുന്നു. ഫോണിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വീഡിയോ ഡൗൺലോഡ് ആയതുകൊണ്ടിരിക്കുകയാണ്, അപ്ലോഡ് ആയതുകൊണ്ടിരിക്കുകയാണ്, അപ്ലോഡ്. അപ്പോൾ ഇതിൽ 2-3 ഉണ്ട്. സ്ക്രീൻ ഇപ്പോൾ കാണുന്നുണ്ട്. എനിക്കിട്ട് കോപ്പിറൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഈ കിടക്കുന്ന ഒരു 4-5 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. നമ്മൾ അറിഞ്ഞു വെച്ചാൽ കാണിച്ചു തരാം. 3 കുത്തിലേക്കിട്ട് ആ ഡിലീറ്റ് ഓപ്ഷനിലൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്താൽ അതേപോലെ അടുത്ത വീഡിയോ നമുക്ക് കളയണം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് കളയണം. പിന്നെ അടുത്ത് കാണിക്കുന്നത് സ്ട്രൈക്കിൻ്റെ വീഡിയോയിൽ ഇതാ ലിമിറ്റഡ് എഴുതി കാണിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ അത് ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 2-3 എനിക്ക് കിട്ടിയിരിക്കുന്നു, കാണിച്ചു തരാം. അപ്പോൾ സ്ട്രൈക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ വീഡിയോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ഒന്നിങ്ങനെ റെഡി ചെയ്ത് എഴുതി കാണിക്കണം. 18 വയസ്സിന് മേലുള്ളവർക്ക് മാത്രം കാണാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അപ്പോൾ സ്ട്രൈക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എഴുതി കാണിക്കണം. നമ്മുടെ വീഡിയോ കാരണം ആർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. 18 വയസ്സിന് മേലുള്ളവർക്കാണുള്ള വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഈ ചോരക്കളി അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി വീഡിയോയിൽ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ടൈം തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇമെയിലൊക്കെ എടുത്ത ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മെസ്സേജ് തന്നെ വരും, യൂട്യൂബിൽ നിന്ന് മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, നോട്ടിഫിക്കേഷനൊക്കെ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.